DB പോലും വെച്ചിട്ടില്ല. ഓ പിടിച്ചെന്നെ മയില്. അടിപൊളി. ഇത് കേരളമാണോ? ഇത് വേണ്ടോ? ഇതാണ് അവസ്ഥ. ബസ്സില് നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് കേട്ടോ. കാരണം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ. ആതിരപ്പള്ളിയാണല്ലോ. ഓക്കെ 76 കിലോമീറ്ററോ? അടിപൊളി. എൻ്റെ മോനെ അവിടെ അടിപൊളിയുണ്ട് അല്ലേ. ആതിരപ്പള്ളി വാഴച്ചാൽ അങ്ങനെയാണ് പോകുന്നത്. മലക്കപ്പാറ ആതിരപ്പള്ളി വാഴച്ചാൽ വഴി കേരളത്തേക്ക് കയറിയുള്ള പ്രശ്നം പിന്നെ പറയണ്ടല്ലോ. നമ്മുടെ വണ്ടി മിററില്ല, ഒന്നുമേ ഇല്ല. മോഡിഫിക്കേഷനാണ്. എക്സോസ്റ്റിൽ ഇതുപോലും വെച്ചിട്ടില്ല, DB പോലും വെച്ചിട്ടില്ല. ഓ പിടിച്ചെന്നെ മയില്. അപ്പോൾ അതുപോലും വെച്ചിട്ടില്ല. പ്രശ്നമാണ്. കുഴപ്പമില്ല, എന്തായാലും നോക്കാം. നമുക്ക് കേരളത്തിൽ മഴ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. നോക്കാം. അവർ നേരത്തെ പോയി. നന്നായിട്ട് തന്നെ വെയിലടിക്കുന്നുണ്ട് കേട്ടോ ആ ഭാഗത്തുനിന്ന്. നമ്മളിപ്പോൾ ആതിരപ്പള്ളി റൂട്ടാണ് പോകുന്നത്. പാൽപ്പാറയിൽ നിന്ന് ആതിരപ്പള്ളി റൂട്ട്. നന്നായിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ വെയിലടിക്കുന്നുണ്ട്. ചൂട് വലിയ കാര്യമില്ല, തണുപ്പ് ലൈറ്റായിട്ടുള്ളത് കൊണ്ട് തന്നെ ചൂട് വലിയ കാര്യമായിട്ട് അറിയുന്നില്ല. നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ വേർക്കും, അത് ഉറപ്പാണ്. ജാക്കറ്റൊക്കെ ഫുള്ള് ഓൾറെഡി ഈ വെയിലടിച്ചിട്ട് തന്നെ ഫുള്ള് വേർത്ത് കുളിച്ചിരിക്കുകയാണ്. ഭയങ്കര ഇതാണ്, മോശം അവസ്ഥയാന്ന് തന്നെ പറയാം. ഭയങ്കരമായിട്ടില്ലെങ്കിലും മോശമാണ്. അതെ അപ്പോൾ പോകുന്ന റോഡ് ഇത്തിരി മോശമെന്നൊക്കെ പറയണേ. നമുക്ക് ആ ടൈം ആകുമ്പോൾ പാത്തുവിനെ നമുക്ക് എടുക്കാം അല്ലേ. നല്ല റോഡ് കിട്ടിയ അടിപൊളിയായി. പാത്തും കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു ഇഷ്യൂ. ഓക്കെ, കുഴപ്പമില്ല. റോഡ് അടിപൊളിയാണ് കേട്ടോ. റോഡ് സൂപ്പർ റോഡാണ്. ഇതുവരെ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. കേരളത്തിൽ കടന്നാലാണ് റോഡിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ ചാൻസ് എങ്ങനെയാ വെച്ചാൽ ഇവിടുന്ന് കാട് റോഡൊക്കെ എടുത്ത് സെറ്റപ്പായിട്ട് അവിടെ പോയിട്ട് ചിലപ്പോൾ അവിടെ നിന്ന് ഈ വഴി തന്നെ തിരിച്ചു വരാനാണ് ചാൻസ് കൂടുതൽ. കാരണം നമുക്ക് ക്ലൈമറ്റും കിട്ടുന്നതാണ് അവർ പറയണത്. അതല്ലാതെ നേരെ ആതിരപ്പള്ളിയായിട്ട് അവിടെ നിന്ന് ഹൈവേ പോകണ്ടെന്നാണ് നമ്മുടെ പിള്ളേർ പറയുന്നത്. അവർക്ക് അങ്ങനെയെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്നത് നമുക്ക് അതുപോലെ ചെയ്യാം, അതാണ് നല്ലത്. അതായത് ഒരാൾ ഒരു വഴിക്ക് അങ്ങനെ പോയിക്കാൻ ചിലപ്പോൾ ശരിയാവില്ല. അപ്പം അങ്ങനെ നോക്കണം കേട്ടോ. പോയി നോക്കാം, നമുക്ക് അവിടെ പോയിട്ട് നോക്കാം ഏത് വഴി പോകണം എന്നുള്ളത്. പൂച്ച യെസ്. അല്ലോ ഞങ്ങൾ കറങ്ങാൻ കൊണ്ടുവന്നോ? ஆமா வீட்டில் ஆள் இருக்கு. சும்மா இருக்குல்ல வீட்டில், போர் அடிக்கணும்ல. இந்தா எல்லாமே നമുക്ക് പോവാം. ഇതാണ് നമ്മുടെ ആളിയാർ ഡാം. ഒരു തുള്ളി വെള്ളമില്ല. അപ്പുറത്തുണ്ടാവും കുറച്ചുണ്ടാവുള്ളൂ, ഇപ്പുറത്തേക്കൊന്നും ഒന്നുമേ ഇല്ല. ഫുള്ള് വരണ്ടെടുക്കേണ്ടത് ഉണ്ടോ? ടോപ്പിലുണ്ടോ? നല്ല ഹൈറ്റൊക്കെ ഉണ്ട് അല്ലേ. വലിയ ഡാമാണ്. ഒരു തുള്ളി വെള്ളമല്ല. പക്ഷെ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ആൾക്കാരുണ്ട് ഇതിൻ്റെ മേലെ. ഇത് അതിന് ഓപ്പണിങ് ചെയ്യണ അതിൻ്റെ ഓഫീസായിരിക്കും. നേരെ പോവാം. ഓക്കെ, ലൈസൻസും
ഇൻഷുറൻസും വേണോ? സൂപ്പർ. പേർഷ്യൻ ഗേറ്റ് சும்மா அப்படியே வீட்டில் இருந்து போர் அடிக்கும்ல, அதான். எவ்வளோ இது வந்து ஓடிடுமா? இல்லை, அப்படியே ஓட மாட்டேன். அப்படியே பிடிச்சிட்டு போகிறதா? அப்படியே നടന്നിടും. அப்படியே തമിഴ്നാട് പോലീസ് കണ്ടില്ലേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ തമിഴ്നാട് പോലീസ്, സൂപ്പർ പോലീസ്. ഇനി അപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് കേരള പോലീസ് എടുക്കുമ്പോൾ കാണാം കേട്ടോ എങ്ങനെയാണ്. അടിപൊളി. ഇത് കേരളമാണോ? ഇത് കേരളമാണ്. ഇത് റോഡ് കേറിയത് കണ്ടില്ലേ? അയ്യോ അളിയ, അവിടെ നിന്ന് ഇങ്ങോട്ട് ചെക്ക് പോസ്റ്റ് കടന്നുള്ളു. ഇത് നോക്ക്. അയ്യോ, അല്ല KSRTC ബസ്സൊക്കെ വരുന്നുണ്ട്. ഇത് റോഡ് നോക്ക്, എന്ത് മയിര് റോഡാ നോക്ക്. ഞാൻ പറയാനുള്ള എന്തൊക്കെയാ ഇവിടെ നടക്കണേ. ഓ, അവിടുന്ന് എന്ത് നല്ല റോഡായിരുന്നു. ഇവിടെ എത്തിയപ്പോ നോക്ക്, ശരിക്കും മൂഞ്ചി തെറ്റി, എന്ത് മൂഞ്ചിച്ച റോഡാ നോക്കില്ലേ. എന്തൊക്കെ ആൾക്കാർ നോക്ക്. ഇനിയിപ്പോ ഞാൻ എങ്ങനെ പോകാനാണ് പാത്തുവിനെയും കൊണ്ട്, പാവകള്. ഇത് കേരളത്തിൽ കയറിയത് സൂപ്പർ റോഡാണ് കേട്ടോ. പക്ഷെ ഒന്നും പറയണില്ല. അയ്യോ ദൈവമേ, അടിപൊളി റോഡ്. അടിപൊളി. പാസല്ലേ? എൻ്റെ പേര് രാഹുൽ. ഫോൺ നമ്പർ? ആ, ഞങ്ങളെല്ലാവരും. പാസ് എടുത്തില്ലല്ലോ? എടുക്കാൻ വേണമല്ലോ. ഇത് വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നോ? നമ്മളൊരു ഒറ്റയ്ക്ക് ഇരിക്കല്ലേ, കൊണ്ട് ഇങ്ങനെ കറങ്ങാൻ കൊണ്ടുപോകുന്നു. ഒന്നേക്കോട്ടെ. എത്ര പേരുന്നുണ്ട് ഇതില്? മൂന്ന് പേർക്കാണ്. എന്റെയോ? എൻ്റെ എവിടെയാ അപ്പോ? ഓ, അപ്പൊ അതിനനുസരിച്ച് കയറണം അല്ലേ? 2 മണിക്കൂറിനുള്ളിൽ എത്തണം അല്ലേ? ആ, ഇത് പാസിൻ്റെ സ്ഥലം, അത് പോലീസ് സ്റ്റേഷൻ മലക്കപ്പാറ. ഓ, ഇതാണ് മലക്കപ്പാറ അല്ലേ? ഇതിൽ പോകുമ്പോൾ എവിടെയും നിൽക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയണത്. ടൈമിംഗ് ഉണ്ട്. എൻ്റെ വണ്ടിക്ക് ടൈമിംഗ് ഞാൻ നോക്കിയില്ല. 2 മണിക്ക്, ഏകദേശം 4 മണി 4:30 ആ ടൈമിൽ നമുക്ക് അവിടെ എത്തണം. അടുത്ത ചെക്ക് പോസ്റ്റ് എത്തണം. എവിടെയും നിൽക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. മലക്കപ്പാറയിൽ നിന്ന് തൊട്ട് അതിരപ്പള്ളിക്ക് പോകണം. അവിടെ സ്റ്റാർട്ട് ചെയ്ത റോഡാണ് കേട്ടോ. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ മലക്കപ്പാറ വഴി വരുന്നത്. ഭയങ്കര മോശം പറഞ്ഞാൽ ഭയങ്കര മോശം. പോലീസുകാർ നിർത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. ഞാൻ ഒന്ന് ഡിലേ ആപ്പിക്കും. എൻ്റെ കൂടെയുള്ള നമ്മുടെ ഫ്രണ്ട്സൊക്കെ എന്തായാലും നേരത്തെ പോയി. ചളിയൊക്കെ ഉണ്ടല്ലോ, മൽഗാട് ബാക്കിലില്ലാത്തതുകൊണ്ട് അടിച്ച് കയറണം അങ്ങോട്ട്. ഇത് കണ്ടോ, ഈ കുഴി ചാടി മൊബൈൽ ഹോൾഡറൊക്കെ ലൂസായി എങ്ങനെയോ അങ്ങോട്ട് പൊക്കി ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. ഓ, ബാക്കിൽ 2 കാറ് വരുന്നുണ്ട്. ഭാഗ്യം. ഇത്ര നേരം ഞാൻ ഒറ്റയ്ക്കായിരുന്നു, പേടിച്ചു പോയി. എന്തെങ്കിലും വന്നതിനെ പെട്ടേ, ഒരു ആനയൊക്കെ വന്നതിനെ എന്താ ചെയ്യുക? പാത്തുവാണെങ്കിൽ അനങ്ങാൻ പോലും പറ്റാണ്ട് അവൾ കിടക്കുന്നുണ്ട്, പാവം. പക്ഷെ അങ്ങനെ കുറച്ച് ദൂരത്തിന്, കുറച്ചധികം ദൂരത്തിന് ശേഷം കുഴപ്പമില്ലാത്തൊരിത്തിരി നല്ല റോഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ റോഡ് പണി നടക്കണം. അവിടെ എൻ്റെ വണ്ടിയും കാര്യം എന്താ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡല്ല, മണ്ണ് തന്നെ ഇടുന്നത്.
കല്ല് തന്നെ ഇടണേ. കുഴപ്പമില്ലാത്ത, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡ് ഇടുന്നുണ്ട്. ഈ റോഡ് പിന്നെയും കുഴപ്പമില്ല വയ്ക്കാം. കാരണം ആ റോട്ടിലെന്ന് പറയുമ്പോൾ ഷെയ്ക്കില്ലാണ്ട് പോകാൻ പറ്റില്ല. അവിടെ ഇത് കണ്ട വർക്ക് ഇൻ പ്രോസസ് ഗോസ്ലോ. അത്രയും മോശമായ റോഡിന് ശേഷം ഇങ്ങനത്തെ റോഡ് വന്നിരിക്കുകയാണ്. ഓ കുഴപ്പമില്ല, അടിപൊളി റോഡ്. അടിപൊളി തന്നെ. ഫുള്ള് ചളിയാവുണ്ടോ. കുറച്ച് ദൂരം പോയിട്ട് എവിടെയും കൊണ്ട് നിർത്തിയിട്ടേ അത് ഫുള്ളായിട്ട് കവർ ചെയ്യാം. കുഴപ്പമില്ലാത്ത ഫുള്ള് കാടേരി അടിപൊളി റോഡാണ് കേട്ടോ. ഇപ്പം അടിപൊളി റോഡാണ്, അടിപൊളി ആയിട്ടുണ്ട്. ഇപ്പം പോകാൻ കേട്ടോ, ഭയങ്കര ഭയങ്കര സൂപ്പറായിരുന്നു. എവിടെയും നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്. Oh my God. അയ്യോ പോലീസ് വരണ്ടാ, പണിയിട്ടിടാ. പോലീസാണ് അത്, പണി കിട്ടാന്ന് എനിക്ക് അറിയില്ല. കാരണം ആളുടെ ഷൂ കാണുമ്പോൾ പോലീസിനുമാരി ഉണ്ട്. ആള് ചെറുതായിട്ട് പോലീസാണ് തോന്നുന്നു. അപ്പം അതിൻ്റെ ഒന്ന് സെറ്റ് തൊട്ടാലോ. വലിയ കാര്യത്തിൽ ചളി അടിക്കുന്നില്ല അല്ലേ, ഓക്കെയാണ്. ഇല്ല, വലിയ കാര്യത്തിൽ അടിക്കുന്നില്ല. ഇവിടെ നോക്കിയേ, ഭയങ്കര മോശമായി. ഇവിടേക്ക് പിന്നെ സീനില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കുറച്ച് കാറ്റാക്കി വിടാം. അപ്പോൾ കുറച്ച് കാറ്റ് കിട്ടും. ഓക്കെ അതുമേ, ഓക്കെ. ചളി ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേണ്ടോ, അതാണ് അവസ്ഥ. ഇവിടെ ഫുള്ള് ചളിയായിട്ടുണ്ട്. നമുക്കിവിടെ നിർത്തണ്ട, പെട്ടെന്ന് പോവാം. ഞാനായിരിക്കും ചിലപ്പോൾ നമ്മൾ നിർത്തുന്ന സമയം നോക്കിയിട്ടായിരിക്കും മറ്റേ ഫോറസ്റ്റുകാർ ആരെങ്കിലും വരിക. അപ്പം കിട്ടും ഒരു പണി. വെളിച്ചം വന്നു ഗൈസ്, വെളിച്ചം. ഇപ്പം നല്ല റോഡാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഓടിക്കുക. ഇപ്പോൾ ഈ ഒരു ലെവൽ റോഡാണ് കൂടി അടിപൊളിയായിട്ടുണ്ട്. എന്നമ്മേ സൂപ്പറല്ലേ. ഫുൾ ആക്സിലേറ്റർ. ഇങ്ങനെ അടിപൊളിയായിട്ട് കേട്ടോ ഗൈസ്, ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു സ്പീഡിൽ ഇവിടെ പോകാൻ അടിപൊളിയായിട്ടുണ്ട്. ഈ ഫീൽ എനിക്ക് വേറെ എവിടെയും കിട്ടിയില്ല. സത്യമായിട്ട് എനിക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല. ഇങ്ങനെ പോകുമ്പോട്ടെ. പക്ഷെ കുറച്ച് മുമ്പ് ഭയങ്കര മോശമായിരുന്നു. ഇപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് എന്ന് പറയാം. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാൽപ്പാറ വഴി മലക്കപ്പാറ വഴി നമ്മുടെ ആതിരപ്പള്ളിക്ക് പോണ റൂട്ട് എന്ന് പറയുമ്പോൾ പകുതി ഭയങ്കര മോശവും പിന്നുള്ള സൂപ്പർ റോഡുമാണ്. നമുക്ക് അടിച്ച് പൊളിച്ച് പോകാനായിട്ട് പറ്റും. ഭയങ്കര നോക്കിയേ, ഇതെന്നിട്ട് വീലിൻ്റെ ഉള്ള ഷെയ്ക്കാണ്. അല്ലെങ്കിൽ ഇതാ നോക്കിയോ, ആ ഷെയ്ക്ക് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ സിമ്പിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. സിമ്പിളായി തിരിച്ചു, വണ്ടി ഒന്നും ഉണ്ടല്ലേ. സിമ്പിളായി സൂപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഭയങ്കര ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ ചെറിയൊരു തിരിവ് വരുന്നുണ്ട്. ഞാൻ സുഖമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഓഡിയോ ആയിട്ടുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാ പോയി, കറക്റ്റാണ്. അപ്പം അത്രയും നല്ല റോഡാണ്. ചില ഭാഗങ്ങൾ പിന്നെ ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് ക്രൂയിസ് കൺട്രോളൊക്കെ ഉണ്ട്. കുറച്ച് കൂട്ടിയാൽ വണ്ടി സുഖമായി പോകും. എന്താണ്ടില്ലേ, ആക്സിലേറ്റർ ചെറിയ ജാമുണ്ട്, അങ്ങനെ ആക്കി വെച്ചാണ്. ടൈറ്റുമ്പോൾ നമുക്ക് കുറേ ലോങ് പോകുമ്പോൾ ഇതുണ്ടോ അടിപൊളിയായിട്ട് തന്നെ പോകാം. ആക്സിലേറ്റർ സ്പീഡ് ഉണ്ട്, അതാണ് പ്രശ്നം. വീടല്ല, ഫോറസ്റ്റ് ക്യാമ്പാണ് തോന്നുന്നു. അടിപൊളി ക്യാമ്പാണ് തോന്നുന്നു. ക്യാമ്പല്ലേ, ആ ക്യാമ്പ് ഷീൽഡ്. അതെ, എന്നമ്മേ എന്നാച്ച് സരക്ക് മുന്നാച്ച്. അല്ലോ അത് കരയുണ്ടാവും. എവിടെയും ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും നിർത്തണം. ആതിരപ്പള്ളി കഴിഞ്ഞിട്ട് എവിടെയും നിർത്തണം. അവിടെ എവിടെയോ ഒരു ഡാമുണ്ട് കേട്ടോ. അത് എന്ത് ഡാമാണെന്ന് അറിയില്ല. ഓ, ആതിരപ്പള്ളിക്ക് പോകണ വെള്ളച്ചാട്ടമായിരിക്കും. ഇനി അറിയത്തില്ല, നോക്കാം. ഇതേതോ ഡാമാണ് തോന്നുന്നു ഗൈസ്, എനിക്കറിയില്ല.
പോവാം പോവാം പോവാം. വിട്ടോ രാവിലെ വിട്ടോ രാത്രി വിട്ടോ. ഞാൻ പോണു കഴിച്ചു, കാരണം ഞാനാണ് ലേറ്റ് ആവുക. നമ്മളെ മെല്ലെ പോവുള്ളൂ, ഇവരൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്യും. എവിടെ ആന? ഹായ് ആന ഗൈസ്, ആന ഗൈസ്, ഒരു 2 ആന. ഓ മൈ ഗോഡ്. ഇത് കുട്ടിയാനയാണ്. ഓടി ഇങ്ങോട്ട് വരണം, അടിപൊളിയാവും. ആ അപ്പം കാണാൻ അത്ര നന്നായിട്ടുണ്ട്. 4 എണ്ണം അയ്യപ്പോ. നാലെണ്ണം ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു ചെറുതുണ്ട്, 2 ചെറുത്, അതിൽ ഏറ്റവും നല്ല ചെറുത് തന്നെ ഉണ്ട്. ഒരു പോവാണ് ഗൈസ്. ടാറ്റ പറഞ്ഞേക്കാം, നമുക്ക് പോവാം. വണ്ടി എന്താ ലൈറ്റൊക്കെ കത്തിയിരിക്കണ്ടേ. ഞാനിവിടെ പൂജ അവിടെ നമ്മുടെ വണ്ടി ഇടക്കിടക്ക് ഓഫാവുണ്ട് ഗൈസ്. അതായത് 2 വലിയ ആന, പിന്നെ ഒരു ചെറിയ ആന, അതിലേയും കാട്ടി ചെറിയൊരു ആന, അങ്ങനെ 4 ആന ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പറായി. ഇനിയിപ്പോൾ ഒന്നിനെയും കണ്ടില്ല എന്ന് പറയില്ലല്ലോ, ആനെ കണ്ടല്ലോ. ഞാൻ ഇവർ പെട്ടെന്ന് ഇവിടെ നിൽക്കണാണ്ടപ്പോൾ വിചാരിച്ചു റോഡിലായിരിക്കും വിചാരിച്ചു. ഏതോ പാലമാണല്ലോ. ഒത്തിരി വെളിച്ചം വന്നു ഗൈസ്. അടിപൊളി പാലമാണ്. അതിന് പേരറിയില്ല. വെള്ളം ഈ ഭാഗത്തോട്ട് ഒഴുകണം. അപ്പോൾ ഇത് ഒഴുകിയിട്ടായിരിക്കും അങ്ങനെ നേരെ പാതിരപ്പള്ളി അവിടെ പോയിട്ട് ചാടുക അല്ലേ. ഓക്കെ മനസ്സിലായി. വാട്ടർ ഫാൾസ് അവിടേക്കാണുള്ളത്. ഓക്കെ. ചെക്ക് പോസ്റ്റ് എവിടെ? അടിപൊളി, അവിടെയാണ് ഒന്ന് ചെക്ക് പോസ്റ്റ്. സ്ലിപ്പ് കുറച്ച് ഫ്രണ്ടിൽ കയറിയത് അരച്ച് പെട്ടു. BMW അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ബൈക്കേഴ്സ് ഇൻറ്റർസെപ്റ്റർ ഉണ്ട്, ബുള്ളറ്റ് ഉണ്ട്, റോയൽ എൻഫീൽഡിൻ്റെ വേറെ വാങ്ങിച്ചാലു. പോവല്ലേ? എന്തേ അതാ ബസ് ഒഴിഞ്ഞ ആദ്യം കട നിർത്താല്ലേ? ഇവിടെ വേണ്ടല്ലോ, കുറച്ച് പോയിട്ട് പോവല്ലേ? ശരി ാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തേക്ക് പോവുക. ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഒഴിഞ്ഞ എവിടെയെങ്കിലും നിർത്താൻ നോക്കാം. ഇവിടെ പോയാലോ? ഫുഡ് കൊടുക്കാൻ അവിടെ ഇരുന്നോ? ഓക്കെ ഗൈസ്, കഴിഞ്ഞു. ഇത് പാതിരപ്പള്ളിയാണ്. ഇവിടെ നമുക്ക് നേരെ ഇറങ്ങാം കേട്ടോ. നേരെ ഇറങ്ങി നേരെ പോകണം. പിന്നെ ഇനി എവിടെയെങ്കിലും ചാടിക്കാൻ നിർത്തുമായിരിക്കും. ഹൈവേ കയറി നേരെ പോവാം. ബാക്കിയുള്ളവർ പോയി, പിന്നെ അങ്ങനെ 2 ആളാണുള്ളത്. ഓക്കെ, ഒന്നും എടുക്കാൻ മറന്നല്ലോ. സെറ്റ്. നല്ല മഴക്കാറുള്ള ഒരു ഫീലുണ്ട്. സമയം 6 മണിയാണ് കേട്ടോ. കറക്റ്റ് 6:01. ഇത് വ്യൂ ആണ് കേട്ടോ. വ്യൂ ഇത് ഇവിടുന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ആണ്. ചെറുതായിട്ട് വെള്ളമുള്ളൂ. നമുക്കിനി പെട്രോൾ അടിച്ചിട്ട് വേണം പോവാൻ. പെട്രോൾ അടിച്ചില്ലെങ്കിൽ വണ്ടി വീടത്തില്ല.
നമ്മുടെ വാൽപ്പാറ ടു പാതിരപ്പള്ളി നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നേരെ നമ്മൾ പോകുന്നത് നേരെ ഹൈവേ കയറുന്നു. അതിനുശേഷം റൈറ്റിലേക്ക് പോകുന്നു. നമ്മുടെ വീട്ടിൽ പോകണം. വീട് പാലക്കാട് കുഴൽമന്നം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇനി ഏകദേശം നമുക്കൊരു 100-110 കിലോമീറ്ററോളം ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറേ നേരത്തിന് ശേഷം 30 കിലോമീറ്ററിന് മേലെയുണ്ട് തോന്നുന്നു. എനിക്ക് ഭയങ്കര ക്ഷീണമായിട്ടുണ്ട്. നേരെ ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നേരെ റൈറ്റ് പിടിച്ച പരിപാടിയാണ്. ഇവിടുന്ന് റൈറ്റാണ്, നേരെ ഹൈവേ. നേരെ ഏകദേശം ഒരു 90 കിലോമീറ്ററോളം ഉണ്ടാവണം തോന്നുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത്. അത് തന്നെ നമ്മളെ നേരെ പോണ പരിപാടിയായിരുന്നു. സുഖമായൊരു കിടത്തം, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കാണുന്നവരെ ഓക്കെ ഗൈസ്, ടാറ്റാ, ബൈ ബൈ, സീ യു.